മൂന്നാമത്തെ ഒരു കാര്യം, നോട്ട്സ് തയ്യാറാക്കണം. നമ്മുടെ ടെക്സ്റ്റിലാണെങ്കിലും നമ്മുടെ സാറന്മാർ ഉസ്താദന്മാരൊക്കെ എഴുതി തന്ന നോട്ടിലാണെങ്കിലും വിഷയങ്ങൾ ഫുള്ളുണ്ടാവും. പക്ഷെ അതൊരു വലിയ ബഹറായിരിക്കും. നമുക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ പോയിന്റായിട്ട് ടെക്സ്റ്റ് തയ്യാറാക്കാൻ കുട്ടികൾക്ക് പഠിപ്പിക്കണം. അപ്പം എങ്ങനെയാണ് ഒന്നാമത്തെ അധ്യായം വായിക്കുന്നു, ആ ഒന്നാമത്തെ അധ്യായത്തിൽ ഇന്ന വിഷയങ്ങളൊക്കെയാണ് ഉള്ളത്. അത് മാത്രം ചെറിയൊരു നോട്ട് പുസ്തകത്തിലോ, ഒരു പേജിൽ ചെറിയൊരു നോട്ട് പുസ്തകം, അതിൻ്റെ ഒന്നാം പേജിൽ ഫിസിക്സ് ഒന്നാം പാഠം, ആ ഫിസിക്സിൻ്റെ ഒന്നാം പാഠത്തിൽ എന്തൊക്കെ സംഗതിയുള്ളത് അത് മൊത്തം അതിൽ കാണണം. എങ്ങനെ? ബ്രീഫായിട്ട് പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമായിട്ട്. ഇതെന്തിനാണെന്നറിയാവോ? ആവർത്തിച്ച് പഠിക്കലാണ് ഈ ഷോർട്ട് മെമ്മറിയിൽ നിന്ന് ലോങ് മെമ്മറിയിലേക്ക് നമ്മുടെ ഓർമ്മകളെ കൊണ്ടുപോകാനുള്ള ഏക മാർഗം. എന്നുവെച്ചാൽ നമ്മൾ ഒരുവട്ടം വായിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഒരു മണിക്കൂറാകുമ്പോഴേക്ക് അതിൻ്റെ ഒരു 60-70-80% പല ആളുകൾക്കും വ്യത്യാസം ഉണ്ടാവും, മറന്നുപോകും. അത് മറക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പിന്നെയും ആവർത്തിക്കണം. ഇപ്പോൾ ഒരു 5-6 സാധനം മേടിക്കാൻ വേണ്ടി കുട്ടിനെ നമ്മൾ കടയിൽ കൂടുമ്പോൾ കുട്ടി ആദ്യം ഒന്ന് പറയും, പിന്നെ ഒന്നുകൂടിയൊക്കെ പറഞ്ഞിട്ട് പോകും. പിന്നെ ഇടയ്ക്ക് പോണ സമയത്തോ അങ്ങനെ എണ്ണെടുത്ത് പോകും. ആവശ്യമാണ്. ഈ ആവർത്തനം കൊണ്ടാണ് പെട്ടെന്ന് മനസ്സ് പിടിച്ച് പെട്ടെന്ന് തന്നെ പോകുന്ന കാര്യങ്ങൾ ദീർഘകാലം നമ്മുടെ മനസ്സിൽ നിൽക്കുക. അപ്പോൾ അതിന് സഹായകമാണ് ഈ ചെറിയ നോട്ട്സ്. ഇപ്പോൾ SSLC പഠിക്കുന്ന ഒരു കുട്ടിക്ക് 10 വിഷയം കൈകാര്യം ചെയ്യാനുണ്ട്. ഈ 10 വിഷയവും എല്ലാ സമയത്തും ഫുള്ളായിട്ട് നോക്കാൻ കഴിയില്ല. ഫുള്ളായിട്ട് 10 വിഷയം കൂടി വായിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ നോട്ട്സ് തയ്യാറാക്കണം. പിന്നെ നമ്മൾ ആവർത്തിക്കേണ്ട സമയത്തൊക്കെ ഈ നോട്ട്സാണ് മറിച്ച് നോക്കേണ്ടത്. അപ്പോൾ അതിലുള്ളത് മൊത്തം, ഒന്നാം അധ്യായത്തിലുള്ളത് മൊത്തം നമ്മുടെ മനസ്സിലേക്ക് വരും. അടുത്ത 2-ാം അധ്യായം മൊത്തം നമ്മുടെ മനസ്സിലേക്ക് വരും. എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, ആ ഭാഗം നമുക്ക് ടെക്സ്റ്റോ സാറന്മാർ ഉസ്താദന്മാർ എഴുതി തരുന്ന നോട്ട്സോ ഉപയോഗപ്പെടുത്തിയിട്ട് അത് തീർക്കാൻ പറ്റും. കുറേ വായിച്ചു, കുറേ അവിടെ ഇവിടെയൊക്കെ വായിച്ചു, കുറേ പുസ്തകം പലപ്പോഴായിട്ട് വായിച്ചു. ഇതൊരു സമഗ്രമായ പഠന രീതിയേ അല്ല. മിക്ക കുട്ടികളും അങ്ങനെയാണ്. വായിക്കട അറിയുമ്പോൾ ഏതെങ്കിലും പുസ്തകം എടുക്കും, മറിക്കും, ഒരു പേജ് കാണും, അവിടെ നിന്നാൾ വായിക്കും. ഈ ആവർത്തിച്ച് പഠിക്കാനുള്ള ഏറ്റവും സഹായകമായ രീതിയാണ് ഈ നോട്ട്സ് തയ്യാറാക്കുക.